കോർപ്പറേറ്റ് ലോകത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു കമ്പനിയുടെ മുഖമാണ്. പക്ഷെ ഒരു ദിവസം ഒരു തീരുമാനത്തിൽ ആ മുഖം പൂർണ്ണമായി മാറിപ്പോകാം. ഈ വീഡിയോയിൽ 5 സിഇഒമാരുടെ ലോകത്തെ ഞെട്ടിച്ച പുറത്താക്കലുകളെക്കുറിച്ച് സംസാരിക്കാം. ഇത് വെറും വ്യക്തികളുടെ കഥയല്ല. ഇത് പവർ, പൊളിറ്റിക്സ്, എത്തിക്സ്, ഇൻവെസ്റ്റർ പ്രഷർ എന്നിവയുടെ യാഥാർത്ഥ്യമാണ്. സിഇഒ എന്നത് ഒരു പദവി മാത്രമല്ല, അത് ഒരു ഉത്തരവാദിത്വവും വിശ്വാസവുമാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, എംപ്ലോയീസ് എല്ലാവർക്കും സിഇഒയുടെ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ തെറ്റായ ഒരു തീരുമാനം, അല്ലെങ്കിൽ വ്യക്തിപരമായ പിഴവ്, അല്ലെങ്കിൽ ഒരു അധികാര പോരാട്ടം സിഇഒമാരെ ഒരു നിമിഷത്തിൽ പുറത്താക്കാൻ മതിയാകും. കോർപ്പറേറ്റ് ലോകത്ത് സിഇഒമാരുടെ പുറത്താക്കൽ പലപ്പോഴും അതിവേഗവും അപ്രതീക്ഷിതവുമായിരിക്കും. ഇത് ജീവനക്കാരെയും ഓഹരി ഉടമകളെയും പൊതുജനങ്ങളെയും ഒരുപോലെ ഞെട്ടിക്കും. ഡയറക്ടർ ബോർഡിന്റെ തീരുമാനങ്ങൾ, നൈതിക ലംഘനങ്ങൾ, വ്യക്തിപരമായ തെറ്റുകൾ, അല്ലെങ്കിൽ ഓഹരി ഉടമകളുടെ സമ്മർദ്ദം എന്നിവ കാരണം ഇത്തരം മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കും. 2023 നവംബർ, ടെക് ലോകം ഞെട്ടിയ ദിവസം. ഓപ്പൺ എയുടെ സിഇഒ ആയിരുന്ന സാം ആൾട്ട്മാനെ ബോർഡ് പുറത്താക്കി. കാരണം ബോർഡിനോട് തുടർച്ചയായ തുറന്ന നിലപാടില്ല എന്നതാണ് കാരണം. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. എംപ്ലോയീസ് പ്രതിഷേധിച്ചു. ഇൻവെസ്റ്റേഴ്സ് സമ്മർദ്ദം ചെലുത്തി. ചില ദിവസങ്ങൾക്കുള്ളിൽ സാം ആൾട്ട്മാൻ വീണ്ടും സിഇഒ ആയി തിരിച്ചു വന്നു. കോർപ്പറേറ്റ് ഹിസ്റ്ററിയിൽ സിലിക്കൺ വാലിയിൽ അപൂർവമായ ഒരു കംബാക്ക്. 2022 ഒക്ടോബർ, ഇലോൺ മസ്ക് ട്വിറ്റർ വാങ്ങിയ ദിവസം. ഡീൽ ക്ലോസ് ആയി മണിക്കൂറുകൾക്കകം സിഇഒ പരാഗ് അഗർവാൾ പുറത്തായി. ഇതൊരു സാധാരണ ഫയറിംഗ് ആയിരുന്നില്ല, ഒരു കംപ്ലീറ്റ് പവർ ഷിഫ്റ്റ് ആയിരുന്നു. ന്യൂ ഓണർ, ന്യൂ റൂൾസ്. ഈ നീക്കം കമ്പനിയുടെ മുഴുവൻ ദിശയും മാറ്റി. ട്വിറ്റർ എക്സായി മാറി. റിപ്പോർട്ടുകൾ പ്രകാരം അഗർവാൾ ഏകദേശം $55 മില്യൺ നഷ്ടപരിഹാരം നേടിയെടുത്തു. 2019 മക്ഡൊണാൾഡ്സിനെ വിജയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സിഇഒ സ്റ്റീവ് ഈസ്റ്റർബ്രൂക്ക്. പക്ഷെ ഒരു ജീവനക്കാരിയുമായുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ്, അത് കമ്പനി പോളിസിയുടെ ലംഘനമായി. എന്തായിരുന്നു റിസൾട്ട്? ഇമ്മീഡിയറ്റ് എക്സിറ്റ്. കമ്പനിയെ വിജയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഉദ്യോഗസ്ഥന്റെ ഈ പുറത്താക്കൽ വലിയ വാർത്തയായി. ഇവിടെ പാഠം എന്താണ്? പെർഫോമൻസ് മാത്രമല്ല, എത്തിക്സ് ഒരു പ്രധാന കാര്യമാണ്. 1 വർഷത്തിന് ശേഷം കൂടുതൽ ബന്ധങ്ങൾ മറച്ചുവെച്ചെന്ന ആരോപണത്തിൽ മക്ഡൊണാൾഡ്സ് അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തതോടെ വിവാദങ്ങൾ ആളിക്കത്തി. ഊബർ സ്ഥാപകൻ തന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്തിന്? 2017 സിഇഒ ട്രാവിസ് കലാനിക് വലിയ വിവാദങ്ങളിൽ കുടുങ്ങി. ലൈംഗിക പീഡനാരോപണങ്ങൾ, വിഷലിപ്തമായ വർക്ക് കൾച്ചർ, കേസുകളും അഴിമതികളും. കമ്പനിയിൽ പ്രശ്നം വഷളായപ്പോൾ സീനിയർ ഉദ്യോഗസ്ഥർ രാജിവെച്ചൊഴിഞ്ഞു. ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞു, ഇതിനി സഹിക്കാനാവില്ല. ട്രാവിസ് കലാനിക്കിൽ വിശ്വാസം കുറഞ്ഞു. സമ്മർദ്ദത്തിലായ സിഇഒ ഒടുവിൽ സ്ഥാനമൊഴിഞ്ഞു, അല്ലെങ്കിൽ ഒഴിപ്പിച്ചു. ഇതൊക്കെ സംഭവിച്ചത് സ്ഥാപനത്തിലെ പരാജയം കൊണ്ടല്ല, ട്രാവിസ് എന്ന സിഇഒ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു സ്ഥാപനത്തിലെ സംസ്കാരം അതിനെ വളർത്തുകയും നശിപ്പിക്കുകയും ചെയ്യും. 2025 സെപ്റ്റംബർ, നെസ്ലെ സിഇഒ ലോറൻസ് ഫെക്സി ഒരു ജീവനക്കാരിയുമായുള്ള അവിഹിത ബന്ധം, ഉറക്കെ ഉയർന്ന ലൈംഗിക കഥകൾ, കമ്പനിയിൽ നടന്ന ആഭ്യന്തര അന്വേഷണം. ഒറ്റ രാത്രി കൊണ്ട് സിഇഒ പോസ്റ്റ് തെറിച്ചു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. കോർപ്പറേറ്റ് ലോകത്ത് പേഴ്സണൽ ലൈഫ് പോലും പ്രൊഫഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇനി 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. സിഇഒയുടെ അധികാരം ഒരിക്കലും നിശ്ചിതമല്ല. ബോർഡും ഇൻവെസ്റ്റേഴ്സുമാണ് അൾട്ടിമേറ്റ് അതോറിറ്റി. പെർഫോമൻസിനേക്കാൾ എത്തിക്സ് ആണ് പ്രധാനം. കോർപ്പറേറ്റ് എപ്പോഴും യാഥാർത്ഥ്യങ്ങളിൽ അധിഷ്ഠിതമാണ്. കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാൻ വർഷങ്ങളെടുക്കും, നഷ്ടപ്പെടാൻ ഒരു നിമിഷം. ഇത് സിഇഒമാരുടെ മാത്രം കഥകളല്ല, പ്രൊഫഷണലുകൾക്കെല്ലാമുള്ള മുന്നറിയിപ്പാണ്.